ഒരു മ്യൂസിക് കമ്പോസർ ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തൊരു വയലിൻ്റെ ഒരു വിറ്റ് സിനിമയിൽ വായിക്കാൻ നേരത്തെ അതിലെന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും നമ്മൾ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഗോപിയുടെ മെയിൻലി ഇപ്പോൾ ഗോപി സുന്ദറിൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ ചില ഇതിൽ പുള്ളി ലൈവായിട്ട് നേരെ എടുത്തു പോകും, പണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സീക്വൻസ് കണ്ടിട്ട് നമ്മൾ വയലിൻ സോളോന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ പുള്ളി അത് ഒഴിച്ചിടും. എന്നിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് പുള്ളിയുടെ ചേട്ടൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ അതിന് മുന്നേയുള്ള അങ്ങനെ വായിച്ചിട്ടുള്ളത് ആദം ജോൺ എന്നൊക്കെ പറഞ്ഞ ഫിലിമില്ലേ, പൃഥ്വിരാജിൻ്റെ, അതിലങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞാൻ വിയോള സോളോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ ഗോപി ഒരു പാഡ്സ് അല്ലെങ്കിൽ കോട്ട്സ് ഇങ്ങനെ വയ്ക്കും, അതിങ്ങനെ ഇംപ്രോവൈസ് ചെയ്ത് അതിങ്ങനെ പുള്ളി ഇങ്ങനെ വായിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുള്ളിക്ക് അത് ആപ്റ്റായിട്ട് തോന്നാതിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചേട്ടാ അവിടെ ഇങ്ങനെ വായിച്ചാൽ മതി, ഈ നോട്ട്സ് വായിച്ചാൽ എന്ന് പറയും. അപ്പോൾ പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാറുണ്ട്. ഇംപ്രവൈസ് ചെയ്ത് നമുക്ക് ത്രൂ ഔട്ട് ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിപ്പോവും. അപ്പോൾ അവിടെ നിന്ന് അത് മ്യൂസിക് ഡയറക്ടറിൻ്റെ കഴിവാണ്. അവിടെ നിന്ന് അത് മാറ്റി ഇത്തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയണതും അതിന് വേണ്ടിയിട്ടുള്ളത് തീരുമാനിക്കണമെന്നല്ല മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. അല്ല, നമുക്കൊരു ഫ്രീഡം കിട്ടുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സംഭവങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും.